ഇത് വെള്ളിയാഴ്ച രാവിലെ 4:30 മണിക്കാട്ടോ ഞാൻ കുളിച്ച് നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. ചേട്ടനും ഇവിടെ ഇതാ റെഡിയായി കഴിഞ്ഞു. ഞങ്ങളപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ എറണാകുളം ഗ്രാമജന സമൂഹത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അവിടെ കാഞ്ചി കാമകോടി നടത്തുന്ന സഹസ്ര സുവാസിനി പൂജ, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ലൈൻ എന്തിനാണെന്ന് വിചാരിക്കൂലേ നിങ്ങൾ? അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. മുമ്പിലും പുറയിലൊക്കെ ഇഷ്ടംപോലെ സുമംഗലികളുണ്ട്. അപ്പോൾ ഇവിടെ കാലിൽ മഞ്ഞൾ പൂശി കണ്ടില്ലേ, ആ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് കാലിൽ പാദത്തിലൊക്കെ നന്നായി മഞ്ഞളൊക്കെ പൂശി തന്ന് പിന്നെ കുങ്കുമൊക്കെ ഇട്ട് നമ്മളൊരു ദേവിയായി സങ്കല്പിച്ച് അകത്തേക്ക് ആനയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെല്ലാവരും ചെയറിൽ ഇരുന്ന് കൊടുത്തേക്കണു. കുട്ടികൾ കണ്ടില്ലേ, അവർ ഇതിനു വേണ്ടി ബാംഗ്ലൂർ, ആന്ധ്ര അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന കുട്ടികളാണ് കേട്ടോ. അവരെന്താ വെച്ചാൽ സേവനം ചെയ്യുന്ന കുട്ടികളാണ്. കാഞ്ചി കാമകോടി ട്രസ്റ്റിന് വേണ്ടി സേവനം ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ മഞ്ഞളൊക്കെ പൂശി കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അറിയാലോ അല്ലേ, അവരെത്ര നന്നായി ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റൂല്ലേ. അങ്ങനെ മഞ്ഞളും ചന്ദനമെല്ലാം പൂശിയ ശേഷം എന്താ പറയുക, അകത്തേക്ക് എല്ലാവരെയും അനയിക്കുകയാണ്. അപ്പോൾ അകത്ത് മന്ത്രജപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുക, ബഹുമാനത്തോടെ എല്ലാവരെയും സ്വീകരിക്കുകയാണ് കേട്ടോ അകത്തേക്ക്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊരു പഴയ രീതിയിലുള്ള ചടങ്ങുകളാണ്. പണ്ട് കാലത്ത് ബ്രാഹ്മിൻസൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലുള്ള ചടങ്ങ്. അപ്പം നിലത്തിരുന്ന് വേണം ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പോൾ രാവിലെ ഒരു ഗോതമ്പ് കഞ്ഞിയായിരുന്നു കേട്ടോ, അരിയാഹാരം പാടില്ല. അത് കാരണം ഗോതമ്പ് കഞ്ഞിയാണ് ഞാൻ ആദ്യം കുടിച്ചത് കണ്ടത്. പിന്നെ ഓരോരോ പൂജകളും എന്താ പറയുക, മന്ത്രങ്ങളും പിന്നെ ഭജന, പാട്ട്, അങ്ങനെ ഓരോ മന്ത്രോച്ചാരണങ്ങളും എല്ലാമായിട്ട് 2-3 മണിക്കൂറോളം ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടെ. ഇടയ്ക്ക് വെള്ളം വേണ്ടവർക്ക് വെള്ളം കുടിക്കാം, പഴം തരും. അവരെല്ലാവരും ഇങ്ങനെ ആ കുട്ടികളൊക്കെ ഓരോന്നും വിതരണം ചെയ്തുകൊണ്ടിരുന്നു. താഴ്ത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രായമായവരെല്ലാവരും ഉണ്ടല്ലോ. എന്നാലും എല്ലാവരും സഹിച്ച് വളരെ ഭക്തിയോടെ അവരെ കൊണ്ടാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പച്ച കവറ് കണ്ടില്ലേ, അത് പോത്തീസിൻ്റെ കവറാണ്. അവിടെ നിന്നാണ് കേട്ടോ അവർ മടിസാറൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നും പറയാത്ത എന്താ വെച്ചാൽ, ഇനി വീട്ടിൽ ചെന്ന് ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. എൻ്റെ കവറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയിരുന്ന കുറച്ച് വീഡിയോസ് കണ്ടില്ലേ, അപ്പോൾ അതിന് ശേഷം എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെ കിട്ടി എന്നുള്ളത് ഒന്ന് കാണിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു സാരി, പട്ട് സാരി ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ അടുക്കി വയ്ക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് കാണിക്കാം. കാരണം ആ ഒരു എന്താ പറയുക, സഹസ്ര സുവാസിനി പൂജ എന്ന് പറഞ്ഞില്ലേ, 1008 പേരാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ 1044 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും അവർ ഊണ് കൊടുക്കുക, പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, പൂജ, അങ്ങനെ ഒരു 3-4 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണി തൊട്ട് 12 വരെ ഞങ്ങളവിടെ ഇരുന്നു. കുറേ ഇവരുടെ ഈ പൂജകളൊക്കെ കുറേ അറ്റൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല, കാരണം അവർ മൊബൈലൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഊണിന് ഇല ഇട്ടില്ലേ, ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഞാൻ വേഗം ഓഫ് ചെയ്തു, കാരണം അവർ പറഞ്ഞു ഊണ് കഴിക്കുന്ന വീഡിയോ ആരും എടുക്കരുത്, അത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളതല്ല എന്നൊക്കെ ഇങ്ങനെ അവർ മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കാരണം ഞാനത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. കേരളത്തിലെ എല്ലാ ബ്രാഹ്മണ സഭയുടെയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ആർക്കും പരസ്പരം അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാലും എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരു ചടങ്ങ് ഗംഭീരമാക്കിയത്. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കൈയൊക്കെ കഴുകി
പിന്നെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ആദ്യം. ഭയങ്കര ചൂടല്ലേ, ആ മടിസാരൊക്കെ ഉടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേ കാര്യം പണ്ട് കാലത്ത് എങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ ഉടുത്തു എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കൂട്ടോ. അന്ന് ഫാനോ എ സിയോ ഒന്നുമില്ലാത്ത സമയമാണ്. പക്ഷേ എന്നാലും ഞങ്ങളത് എല്ലാവരും ഒന്നിച്ച് ഒരേപോലെയൊക്കെ ചെയ്തു. പിന്നെ വേഗം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സൽവാർ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് സമാധാനമുള്ളൂ. വേഗം ഡ്രസ്സൊക്കെ മാറി അപ്പം തന്നെ ഞങ്ങൾ പോന്നു. പിന്നെ വന്ന് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് സെറ്റപ്പ് ആക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അധികമൊന്നുമില്ല, എന്നാലും ഉള്ളത് എല്ലാവരുമായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ താമ്പൂലമാവട്ടെ, വെറ്റില, അടയ്ക്ക, നാളികേരം. പിന്നെ ഇത് ബുക്കാണ് കേട്ടോ, നിത്യപാരായണ ശ്ലോകങ്ങളുടെ ബുക്കാണ്. പിന്നെ ഇത് മഞ്ഞളാണ്, ഇത് സുമംഗലികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് മൈലാഞ്ചി പൊടി, പിന്നെ ആദിശങ്കരൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ 500 റുപ്പീസ് ഉണ്ട്. പിന്നെ ഇത് കാമാക്ഷി അമ്മയുടെ ഒരു എന്താ കലണ്ടർ പോലെ ഒരു നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. ഇത് കാമാക്ഷി അമ്മയുടെ തന്നെ ഒരു ലോക്കറ്റാണ്, വെള്ളി കൊണ്ടുള്ള ലോക്കറ്റാണ്. പിന്നെ അത് കുങ്കുമം, അവിടെ അർച്ചന ചെയ്ത കുങ്കുമം 500 റുപ്പീസ് ഉണ്ട്. പിന്നെ വെള്ളി കുങ്കുമച്ചെപ്പ്, പിന്നെ ഇത് കാലിലിടുന്ന മിഞ്ചി, പിന്നെ പാദസരം, പിന്നെ മാല കവറിങ് ആണ് കേട്ടോ മാല. പിന്നെ കൺമഷി, പൗഡറ്, കുങ്കുമം, ചീപ്പ്, പിന്നെ സ്ലൈഡ്, കണ്ണാടി. പിന്നെ ഇതെന്താ വെച്ചാൽ ഇതൊരു അത്തർ പോലെ ഉപയോഗിക്കുന്നതാണ്. ചന്ദനത്തിലൊക്കെ നമ്മൾ ഇത് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. പിന്നെ കണ്ണാടി ഉണ്ട്. ഇതെല്ലാം സുമംഗലികൾക്ക് ഇങ്ങനെ കൊടുക്കണതാണ് കേട്ടോ. പിന്നെ ഇതാ സ്റ്റിക്കർ പൊട്ട് വേണ്ടവർക്ക് അതും ഉപയോഗിക്കാം. 2 ചിരാത് വിളക്കും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പിവള, 1 ഡസനോളം കുപ്പിവള. ഇത് എല്ലാ സുമംഗലികൾക്കും നവരാത്രി സമയത്തായാലും ഇതുപോലെയൊക്കെ വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. വള ഞാൻ ഇട്ട് നോക്കിട്ടോ, പാകമാണ്, കറക്റ്റ് പാകമാണ്. 1 ഡസൻ ഉണ്ട്, ഇത്ര ഇടൂല. 2 ഒക്കെ ഓക്കെ, 2 അല്ലെങ്കിൽ ഒരു 4 വരെ ഓക്കെ അല്ലേ. പിന്നെ ആ പുടവയില്ലേ ഞാൻ ഉടുത്തത് സാരി പോലത്തെ, അതും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഇതാണ് കേട്ടോ മടിസാർ പുടവ എന്ന് പറയണത്. നമ്മുടെ സാരിയേക്കാൾ ഒരു 2 മീറ്ററോളം നീളം കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും കിട്ടി. ഇത് എല്ലാ വർഷവും അവർ കൊടുക്കാറുണ്ട്, അതായത് ഇതുപോലെ സുവാസിനി പൂജ നടത്തി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു 2ാമത്തെ വർഷമായിട്ടോ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് കാലടി, അതായത് ആദിശങ്കരൻ്റെ ജന്മനാടായ കാലടിയിൽ വെച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കാം, എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കാം അല്ലേ. നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും